ഇനി കോഴിക്കോടേക്കാണ് പോകുന്നത്. രാമനാട്ടുകരയിൽ 15 വയസ്സുകാരിയായ ബംഗാൾ സ്വദേശിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. പെൺകുട്ടിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം നടത്തിയില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും പ്രതികളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനഘ, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് വലിയൊരു ക്രിമിനൽ ആക്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് ഈ പ്രതികളിലേക്ക് എത്താൻ ഇത്രയും വൈകുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. കാരണം CCTV ദൃശ്യങ്ങളിലടക്കം പ്രതികൾ പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാലതാമസം വരുന്നത്? നോക്കൂ ദേവിക, വെറും 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്. ഈ സംഭവം നടന്നിട്ട് 2 ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതികളെ കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ആദ്യം മുതൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നേരെ ഈ രാമനാട്ടുകര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും ഈ പോലീസിൽ ഒരു പരാതി നൽകുന്നതും. അതായത് ആ സമയത്ത് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി ലഭിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷെ പോലീസ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അഴകുഴഞ്ച നിലപാടാണ് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഈ പെൺകുട്ടിയെ പോലീസ് അല്ല കണ്ടെത്തുന്നത്. ഈ സംഘം ആരാണോ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അവർ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീടിനോട് ചേർന്ന ഒരു പ്രദേശത്ത് ഇറക്കി വിടുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കണ്ടതാണ്. ഈ പെൺകുട്ടിയുടെ കയ്യിലും മേലാസകലം ഇത്തരത്തിൽ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സ്ഥലത്തിലടക്കം മുറിവുകൾ ഉണ്ട് എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. അതായത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ പെൺകുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ്. അതിന് ഈ സംഭവത്തിലാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം കൃത്യമായി തന്നെ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം അന്വേഷിക്കാൻ, ഇത്തരത്തിലൊരു കേസ് അന്വേഷിക്കാൻ പശ്ചിമ ബംഗാളിൽ നിന്ന് അന്വേഷണ സംഘം കേരളത്തിലേക്ക് എത്തിയത്. ഈ കേരള പോലീസിനെ സഹായിക്കാൻ പശ്ചിമ ബംഗാൾ പോലീസ് കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ സംഭവം നടന്നതിന് ശേഷം കൃത്യമായി CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ ആരാണ് പ്രതികൾ എന്നതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യവും വ്യക്തതയുമായിട്ടുള്ള ഒരു ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇന്ന് ഈ നിമിഷമായിട്ട് പോലും ഈ പ്രതികളെ പിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അത് കൃത്യമായി തന്നെ ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ്. പ്രായപൂർത്തിയാകാത്ത 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഈ രീതിയിൽ ക്രൂരമായ പീഡനത്തിനിരയാക്കുന്നു, പെൺകുട്ടിക്ക് ലഹരി വസ്തുക്കൾ നൽകുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ആ പ്രതികളെ ഉടൻ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതര വീഴ്ചയാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ പെൺകുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല, പക്ഷേ മേലാസകലം ഇത്തരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. എത്രയും വേഗം, ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ ക്രൂര കൃത്യം ചെയ്ത പ്രതികളെ അഴിക്കുള്ളിലാക്കണമെന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. രോഹിണി.